ഈ നോവൽ എഴുതി കഴിഞ്ഞ ബെന്യാമിൻ സാർ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. പിന്നെ പിന്നല്ലാതെ പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ അതൊന്നും ആരും തന്നിട്ടൊന്നുമില്ല. 2 ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. അതായത് 250 രൂപയ്ക്ക് ഒരു കോപ്പി വിറ്റഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 കോടി രൂപയുടെ കോപ്പികൾ ഈ പറയുന്ന ആടുജീവിതത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. 1 രൂപ ഒരു കോപ്പിക്ക് വീതം കൊടുത്തിരുന്നെങ്കിൽ, ഈ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും ഈ മനുഷ്യന് കിട്ടേണ്ടി വരുമ്പോൾ ആടുജീവിതം നജീബിക്ക ആടുജീവിതം എന്ന സിനിമയായി വലിയ രീതിയിൽ കളക്ഷൻ നേടി കോടികൾ നേടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ ആടുജീവിതം പുസ്തകം ഇതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം കിട്ടിയപ്പോൾ യഥാർത്ഥ ആടുജീവിതം നയിച്ച മരുഭൂമിയിലെ മണരാരണ്യങ്ങളിൽ ജീവിതം ഇഞ്ചിഞ്ചായി നശിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് നജീബിക്ക. അദ്ദേഹത്തിന് എന്ത് കിട്ടി? അദ്ദേഹത്തിന് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടായി? നമ്മൾ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നജീബിക്ക ആരോടും കാശ് ചോദിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രശസ്തി പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ വിശപ്പ് മാറത്തില്ല. വീട്ടിലെ അടുപ്പും ഈ പ്രശസ്തി കൊണ്ടൊന്നും പുകയത്തില്ല. ഒരുപാട് പേർ ഇൻ്റർവ്യൂ എടുക്കാൻ ചെല്ലുന്നു. സിനിമയുടെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് സ്റ്റേജിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വിളിക്കുന്നു. ഇനി സിനിമ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമായിരിക്കാം, മേ ബി, ഓക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഇറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഈ നോവൽ ഇറങ്ങി ഏകദേശം 2 ലക്ഷത്തോളം കോപ്പി വിറ്റഴിഞ്ഞു. 250 രൂപ ഒരു കോപ്പിക്കാണ് വിറ്റഴിഞ്ഞത്. എന്ത് സാമ്പത്തിക നേട്ടമുണ്ടായി ഈ പറയുന്ന നജീബിക്കയ്ക്ക്? അദ്ദേഹത്തിൻ്റെ കഥയാണല്ലോ ബെന്യാമിൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൂടിയിട്ട് കുറേ കാര്യങ്ങൾ ചാർത്തി പുസ്തകമാക്കിയത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം ഇദ്ദേഹം ഇതൊരു തിരക്കഥാകൃത്തിന് വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ആ ഒരു ഇനത്തിൽ കിട്ടിപ്പോയനെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം അനിൽ മുഹമ്മദ് സാറ് ഈ പറയുന്ന നജീബിക്കയുടെ അടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അതിലൊരു ചെറിയ ഭാഗം, ഒരു പ്രസക്തമായ ഭാഗം ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നജീബിന് എന്ത് കിട്ടി? ഇതിൽ നിന്ന് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടായി? ആ മനുഷ്യൻ അവിടെ ആ പറയുന്ന മരുഭൂമിയിൽ ചൂടിൽ വെരിഞ്ഞുണങ്ങി കഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചു വന്ന് ഇപ്പോഴും മരുഭൂമിയോളം കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കടലിൽ പോയി, അവിടെ മരുഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ കഷ്ടപ്പെടുന്നു, കടലിൽ പോയി കഷ്ടപ്പെടുന്നു. വെയിലും അവിടെ വെള്ളമാണെന്നുണ്ടെങ്കിൽ, മണ്ണാണെന്നുണ്ടെങ്കിൽ, മരുഭൂമി മണ്ണാണെങ്കിൽ ഇവിടെ വെള്ളം, വെയിലൊക്കെ സമാനമാണ്. ഈ വെള്ളം കുടിക്കാനും പറ്റത്തില്ല, ഉപ്പ് വെള്ളമാണ്. അപ്പോൾ അവിടെ പോയി കഷ്ടപ്പെട്ട് അദ്ദേഹം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം വിറ്റവരെല്ലാം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം ഇവിടെ വെക്കാം. കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളിത് ചെവി കൊണ്ട് കേൾക്കാതെ മനസ്സുകൊണ്ട് കേൾക്കുക. ആരെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനൊന്നും അല്ല. ഇനിയെങ്കിലും ആ മനുഷ്യൻ്റെ ജീവിതത്തിലൊരു സാമ്പത്തിക ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്. കാരണം മകൻ്റെ കുഞ്ഞൂടെ മരിച്ചു, ആ മകനും നാട്ടിലേക്ക് എത്തുന്നു. ഇനി അവർ നാട്ടിലേക്ക് ആ ഒരു വരുമാന സ്രോതസ്സ് കൂടെ അടയുകയാണ്. അവർക്ക് എന്ത് സാമ്പത്തിക നേട്ടം ഇതിലൂടെ ഉണ്ടായി? നമുക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ നോവൽ എഴുതി കഴിഞ്ഞ ബെന്യാമിൻ സാർ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. പിന്നല്ലാതെ പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ അതൊന്നും ആരും തന്നിട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് പേരൊന്നും ഇങ്ങനെ പരിപാടി എടുക്കുന്നു, പോകുന്നു എന്നൊക്കെയുള്ളൂ. അല്ലാതെ യെസ്, ഈ നോവൽ എഴുതിയതിന് ശേഷം ബെന്യാമിൻ സാറ് 1.5 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയും. അപ്പോൾ 1.5 ലക്ഷം നമുക്ക് കൂട്ടാം. അപ്പോൾ പറയാം, ഇത് അന്നല്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ കോപ്പികൾ ഏകദേശം ഈ 2 ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. അതായത് 250 രൂപയ്ക്ക് ഒരു കോപ്പി വിറ്റഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 കോടി രൂപയുടെ കോപ്പികൾ ഈ പറയുന്ന ആടുജീവിതത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 രൂപ, ഒരു കോപ്പിക്ക് ഒരു 10 രൂപയെങ്കിലും വെച്ചിട്ട് ഈ കഥയ്ക്ക് ആസ്പദമായ ജീവിതം നയിക്കേണ്ടി വന്ന, ആടുജീവിതം നയിക്കേണ്ടി വന്ന നജീബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിപ്പോയനെ. അതും പോട്ടെ, 1 രൂപ ഒരു കോപ്പിക്ക് വീതം കൊടുത്തിരുന്നെങ്കിൽ, ഈ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും ഈ മനുഷ്യന് കിട്ടേണ്ടി വരുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ കൊടുത്ത് ഈ മനുഷ്യനെ, ഓക്കെ, സാധു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദയനീയ ഭാവം. പലരും വരുന്നുണ്ട്, ഇൻ്റർവ്യൂസ് എടുക്കുന്നുണ്ട്, പല പ്രശസ്തിയും കിട്ടുന്നു. അതിൽ പറയുന്നുണ്ട് പ്രശസ്തി ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷേ ആ പ്രശസ്തിയൊന്നും പുഴുങ്ങി തിന്നാൽ നമ്മുടെ വിശപ്പ് മാറത്തില്ലെന്നേ. ഇനിയിപ്പോൾ ഇതിൽ സിനിമയിലേക്ക് വരുന്നു, സിനിമകൾ കോടികളാണ് കൊയ്യാൻ പോകുന്നത്. പക്ഷേ അവിടെ ഒരിക്കലും ഈ പറയുന്ന ബ്ലസ്സി സാറിനോ പൃഥ്വിരാജിനോ ഒന്നും ഇദ്ദേഹത്തിന് ഒന്നും കൊടുക്കേണ്ട ഒരു കടപ്പാടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കഥ എടുത്തുകൊണ്ട് പോയിട്ടോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ അവർ സിനിമ ആക്കിയതല്ല. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇദ്ദേഹത്തിന് കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥ സിനിമയാക്കത്തുള്ളായിരുന്നു. ഇവർ സിനിമയാക്കിയത് ബെന്യാമിൻ എന്ന് പറയുന്ന ആളുടെ ഒരു കൃതിയെ, ബെന്യാമിൻ ഒരാളുടെ ഭാഗത്തുനിന്ന് എഴുതിയെടുക്കുന്നു, അതിനെ മറ്റൊരാൾ സിനിമയാക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനോ ബ്ലസ്സിക്കോ ഒന്നും ഈ പറയുന്ന നജീബിക്കാക്ക് ഒന്നും കൊടുക്കേണ്ട കടപ്പാടൊന്നുമില്ല. പക്ഷേ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി വളരെ മനോഹരമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കാതിരിക്കത്തില്ല. ഓക്കെ, അതിനി വരുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ, ഇദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പ്രശസ്തിക്കപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ
ഒരു കാര്യമില്ല. ഇതിലിപ്പോൾ കുറച്ചധികം പേര് കമൻറ്റ് ചെയ്യും, ഈ ഒരു കഥ എഴുതിയുകൊണ്ടല്ലേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്നറിഞ്ഞത്, അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തിന് ഇന്നിങ്ങനെ സിനിമയായത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതിലെഴുതിയ തന്നെ ഒരു വാക്ക് ഞാൻ എടുത്തുകൊണ്ട് പറയുകയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവിതം അത് നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ഈ മനുഷ്യൻ അനുഭവിച്ചതുപോലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ നമ്മുടെ ഷെഫീഖ് കെൻസ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇന്നും അന്നും എല്ലാം ഈ പറയുന്ന മരുഭൂമിയിൽ അലയുന്നവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ചരിത്രം ഇതുപോലെ ഓരോ സിനിമയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് കഥകളുണ്ട്. അപ്പോൾ അത് ബെന്യാമിൻ എന്ന് പറയുന്ന വ്യക്തി അതും കൂടെ മനസ്സിലാക്കണം. അദ്ദേഹം ഈ കഥ നോക്കി കേട്ടെഴുതി ഇത് പുറത്തേക്ക് വിറ്റഴിക്കുമ്പോൾ ആടുജീവിതം എന്നൊരു കൃതിയുടെ പേരിൽ, ആ ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് ബെന്യാമിൻ അറിയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഥകൾ ഏത് വന്നിട്ടുണ്ടല്ലോ നമുക്ക് എത്ര എണ്ണം അറിയാം. ബെന്യാമിൻ്റെ എത്ര കഥകൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ആടുജീവിതത്തിലാണ് അദ്ദേഹം ഫേമസ് ആയത്. അതിനുശേഷം അദ്ദേഹത്തിന് എക്സ്പ്ലോഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആടുജീവിതത്തിലാണ്. ആ ആടുജീവിതം ഈ 2 ലക്ഷം കോപ്പി വിറ്റഴിയുമ്പോൾ 5 കോടി രൂപ അതിൽ നിന്ന് വിറ്റുവരവ് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ വീതം എങ്കിലും വിഹിതം ഈ പറയുന്ന അതിന് ആസ്പദമായ കഥയ്ക്ക് അല്ലെങ്കിൽ ചരിത്രത്തിന് ആസ്പദമായ വ്യക്തിക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ദുഃഖകരമായ കാര്യമാണ്. ഇന്നിതുവരെ സിനിമ കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇദ്ദേഹം വെക്കുന്നതല്ലാതെ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. പല ആളുകൾ ഇൻ്റർവ്യൂ എടുക്കാൻ ചെല്ലുമ്പോഴും പല പ്രൊമോഷന് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിന് ഒന്നും അത് ലഭിച്ചിട്ടില്ല. ഈ സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജ് ആണെങ്കിലും അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ഇതിനുവേണ്ടി ചെയ്ത ആ ശാരീരികമായി അദ്ദേഹം ചെയ്ത അധ്വാനം ഇനി ഒരു സിനിമയ്ക്കും അദ്ദേഹം ചെയ്യത്തില്ല. അപ്പോൾ എത്രത്തോളം ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. പൃഥ്വിരാജ് അദ്ദേഹം മേടിക്കേണ്ട പ്രതിഫലം മേടിച്ച് തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചത്, ഓസിനല്ല. അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏതൊരു ടെക്നീഷ്യനാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും AR റഹ്മാൻ ആണെങ്കിലും മ്യൂസിക് ചെയ്ത AR റഹ്മാൻ ആണെങ്കിലും അതേപോലെ ക്യാമറ ചെയ്തവരെല്ലാം പ്രതിഫലം മേടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫുഡ് കൊടുക്കുന്ന ആളുകൾ പോലും, ആ ഒരു സെറ്റിൽ ഫുഡ് കൊടുക്കുന്ന ആളുകൾ പോലും പ്രതിഫലം വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിലെ സംവിധായകനായിട്ടുള്ള ബ്ലസ്സി സാർ അദ്ദേഹവും പ്രതിഫലം വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കണം, അവർ കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ഇതിന് ആസ്പദമായ ഇത്രത്തോളം യാതന അനുഭവിച്ച, ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തി എന്ത് കിട്ടി അദ്ദേഹത്തിന്? പ്രശസ്തി കിട്ടി. പ്രശസ്തി പുഴുങ്ങി തിന്ന് എത്ര കാലം ജീവിക്കും? ഇനി അറിയപ്പെടാൻ പോകുന്ന നജീബ് എന്ന് പറയുന്നത്, ആടുജീവിതം എന്ന് പറയുന്നത് അത് ബ്ലസ്സിയാണ്, അത് പൃഥ്വിരാജാണ്. കുറച്ച് വർഷങ്ങൾക്കപ്പുറത്തേക്ക് പൃഥ്വിരാജിന് നാഷണൽ അവാർഡുകൾ കിട്ടിയേക്കാം, ഓസ്കാർ ലെവൽ വരെ അത് ചർച്ചയായേക്കാം. മികച്ച സംവിധായകനുള്ള അവാർഡ് ബ്ലസ്സി സാറിനും കിട്ടിയേക്കാം. അപ്പോഴും ആറാട്ടുപുഴക്കാരനായിട്ടുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ദേശക്കാരനായിട്ടുള്ള നജീബിക്ക കടലിലേക്ക് വള്ളം തുഴഞ്ഞു കൊണ്ടുപോയി ഉപജീവനമാർഗം കഴിക്കേണ്ട ഗതികേട് വരികയാണെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യരും, ആ കഥ വായിച്ചവരെല്ലാം ദുഃഖിക്കണം. കാര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതം വിറ്റ് അവരെല്ലാം കാശുണ്ടാക്കി. ഇദ്ദേഹം അപ്പോഴും ദയനീയമായ ഗതികേടിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് ദുഃഖിക്കണം. കാര്യം നമ്മളൊക്കെയാണത് വായിച്ച് ഒരുപാട് ഡെവലപ്പാക്കി ഒരുപാട് കോപ്പികൾ വിറ്റ് വരവാക്കി കൊടുത്തത്. അപ്പോൾ ആ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മളല്ലാതെ മറ്റാരും സംസാരിക്കും? ഇതൊരിക്കലും സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കേണ്ട ഒരു കാര്യവുമല്ല. ഇനി പൃഥ്വിരാജിനും ബ്ലസ്സി സാറിനുമൊക്കെ മനസ്സ് തോന്നി ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ സഹായിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം അവർ കാത്തു രക്ഷിക്കുമെന്ന് ഒരു പ്രതീക്ഷയിൽ വൈൻഡപ്പ് ചെയ്യുന്നു. ആ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥയും പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തിൻ്റെ ആ ഒരു കണക്കൂടെ കേട്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു 10-25 ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇദ്ദേഹത്തിൻ്റെ കഥ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എടുത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ട് 50 ലക്ഷം കൊടുത്ത് അപ്പം തന്നെ കഥയാക്കി സിനിമ ആക്കിയിരുന്നേനെ. നമ്മൾ ചിന്തിച്ച് നോക്കും, ഇന്നത്തെ കാലത്ത് അത് സ്വാഭാവികമാണ്, അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് മാറ്റം വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ മനുഷ്യൻ ഒരിക്കലും ഒതുക്കപ്പെടേണ്ട വ്യക്തിയല്ല. ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി വെക്കപ്പെടേണ്ട വ്യക്തിയാണ്. അത് ഓർത്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്താഫ് സൈനിങ് ഔട്ട്.